സേമിയയും മുട്ടയും ആവിയിൽ വേവിച്ചിട്ട് നമുക്കൊരു അടിപൊളി ഐറ്റം തയ്യാറാക്കി നോക്കിയാലോ. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കാഷ്യൂ നട്ടും റൈസിൻസും ഇട്ടിട്ട് നമുക്ക് വറുത്തിട്ട് ഇത് രണ്ടും നമുക്കൊന്ന് മാറ്റി വെക്കാം. നമുക്ക് ഇതേ പാനിലേക്ക് തന്നെയാണ് 1 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ചെറിയ സേമിയാണ് എടുത്തേക്കുന്നത്. നല്ലപോലെ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ട, 1 കപ്പ് പാല്, 1/2 കപ്പ് പഞ്ചസാര, അല്പം ഉപ്പും വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒന്ന് പഞ്ചസാര അലിയുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. സ്റ്റീം ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിൽ അല്പം നെയ്യൊന്ന് തടവി കൊടുക്കുക. അതല്ലെങ്കിൽ ബട്ടർ പേപ്പറോ വാഴയിലയോ വെച്ചു കൊടുക്കുക. അതിന്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വറുത്ത കാഷ്യൂനട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിന്റെ മുകളിലായിട്ട് സേമിയ പകുതി ഇട്ട് കൊടുക്കാം. മുട്ടയുടെ കൂട്ടും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നമ്മളൊന്ന് ആവി കയറ്റിയെടുക്കുക. 5 മിനിറ്റ് ആവി കയറ്റി എടുത്തതിന് ശേഷം ബാക്കിയുള്ള സേമിയയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ കാഷ്യൂനട്ടും റൈസിൻസും ഇതിന്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം. ഇനി നമുക്കത് അടച്ചതിന് ശേഷം 10 മുതൽ 20 മിനിറ്റ് വരെ ആവി കയറ്റിയെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞൊന്ന് കുത്തി നോക്കുക. അപ്പൊ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ കുറച്ചുകൂടെ സമയം കൊടുക്കുക കേട്ടോ. അപ്പൊ നല്ലൊരു ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.